വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തായ്ലൻഡ് തന്നെയാണ് ഇന്നും. പക്ഷേ ഇന്ന് തായ്ലൻഡിലെ ഒരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്ന് ഞാൻ പോകാൻ ഉദ്ദേശിച്ചത് ആ കുന്നിന്റെ മേളിലൊരു ബുദ്ധയുടെ പ്രതിമയുണ്ട്. അതാണ് നമ്മൾ 20-25 കിലോമീറ്ററിന് മേളിൽ ഏതാണ്ട് 45 മിനിറ്റ്സ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ യാത്ര ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അവിടേക്ക് ഉണ്ട്. പക്ഷെ യാത്രയിൽ കുറച്ച് റോഡൊക്കെ കാണിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ അവിടെ എത്തിച്ചേർന്നു എന്നുള്ള ഒരു നിങ്ങൾ ചോദിക്കില്ല എൻ്റെ അടുത്ത്. അപ്പൊ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോകാം. ഇത് അമ്പലമൊന്നും അല്ല കേട്ടോ, നിങ്ങൾക്ക് തോന്നരുത് ഇത് അമ്പലമാണെന്ന്. ഇത് കുറച്ച് ഓഫീസുകളാണ്, അവരിങ്ങനെയൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് നമ്മൾ മല കയറുകയാണ്, നാട്ടുപുറത്തൂടെയാണ് കേട്ടോ. ഇവിടെ ഒരു ടൈഗർ പാർക്ക് ഉണ്ട്. ഇത് ഇവിടുത്തെ സ്റ്റൈൽ വീടുകളാണ്. എല്ലാ വീട്ടിലും 2-3 കാറൊക്കെ ഉണ്ട്. ഇത് റബ്ബർ ട്രീ ആണ്. ഇവിടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ റബ്ബേഴ്സ് ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. നല്ല കുന്നിന്റെ മുകളിലാണ് ഇത് ഈ പ്രതിമ വെച്ചിരിക്കുന്നത്. എല്ലാ കുന്നിന്റെ മുകളിൽ കണ്ടല്ലോ, വണ്ടികൾ ഇറങ്ങി വരുന്നതും കയറി പോകുന്നതും കണ്ടല്ലോ. പോകുന്ന വഴിയിലും കുറെ സ്റ്റാച്യൂസ് ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ആനകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ആനയിൽ നമുക്ക് മേളിലേറി സവാരിയൊക്കെ പോവാം. പിന്നെ ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം. നമ്മളിപ്പം അതൊന്നും ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യം പോലെ ആനയെ കണ്ട് നല്ല സുന്ദരിയും സുന്ദരന്മാരുമായ ആനകൾ നമ്മൾ കണ്ടല്ലേ. ഇവിടെ ഇത് അറിയാതെ ഉണങ്ങി ആനച്ചന്തം എന്ന് പറയാനില്ല, കറുപ്പൊന്നും അത്ര. എന്നാലും ആന കുഴപ്പമില്ല. നമ്മളെ നാട്ടിലൊക്കെ നല്ല അടിപൊളി കൊമ്പനാനകളില്ലേ. ഇവിടെ കൊമ്പനാനയെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം പിടിയാനയാണ്. ഇതൊക്കെ റബ്ബർ തോട്ടമാണ് കേട്ടോ. ഇവിടെയൊക്കെ റബ്ബർ തോട്ടങ്ങളാണ്. ഇത് എവിടെ നിറച്ച് ആനയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു കൊമ്പനാന നിൽപ്പുണ്ട്. ആനയുടെ പുറത്ത് ഇങ്ങനെ കസേര വെച്ച് കെട്ടി അവിടെ ചുറ്റി കാണിക്കും. അത് കുറച്ച് വനം ഏരിയ ആണ്. അപ്പൊ അത് കാരണം ഇങ്ങനെ വനത്തിൽ കൂടി റൈഡിന് പോകും. ഫോറസ്റ്റിലേക്ക് ഓടിക്കുന്ന ബൈക്കാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതായത് ആൾക്കാർ താമസിക്കുന്നതാണ് കേട്ടോ. ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. ആ കാണുന്നതാണ് ബുദ്ധയുടെ പ്രതിമ. ഇനി ഞാൻ അങ്ങോട്ട് പോയിട്ട് അതിന്റെ ഫ്രണ്ട് സൈഡ് കാണിക്കാം. ഇത് ഒത്തിരി കുന്നിന്റെ മേളിലാണ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കുന്നിന്റെ മേളിലാണ് ഇതുള്ളതെന്ന് കേട്ടോ. നമ്മളിവിടെ എത്തി. ഫ്രീ എൻട്രി ആണ്, പൈസയൊന്നും കൊടുക്കണ്ട. നമ്മുടെ നാട്ടിലാണ് ഇതുപോലെ ഒരു സ്റ്റാച്യു ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റാച്യുവിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ എത്രമാത്രം രൂപ നമ്മളെന്ന് വാങ്ങിക്കും. പാർക്കിങ്ങിന് പോലും ഇവിടെ എല്ലാം ഫ്രീ ആണ്. പാർക്കിംഗ് ഫ്രീ, അതുപോലെ തന്നെ അകത്തേക്ക് കയറി കാണാൻ ഫ്രീ. അവിടെ കുറെ ഫോട്ടോസ് ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിലെല്ലാം ഇംഗ്ലീഷ് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ പരതി. അതുകൊണ്ടാണ് അത് ഞാൻ അടുത്ത് പോയി കാണിക്കാത്തത്. പിന്നെ ഇവിടെ കുറച്ച് ഡ്രസ് കോഡൊക്കെ ഉണ്ട്. ആ ഡ്രസ് ഒക്കെ ധരിച്ചിട്ട് ഇവിടേക്ക് വരാവോ, അല്ലാതെ ധരിച്ച് വരാൻ പാടില്ല. പക്ഷെ അതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ആൾക്കാരെല്ലാം വരുന്നത് ഷോർട്സിലും ഒക്കെ തന്നെയാണ്. ഇവിടെ നിന്ന് അകത്തേക്ക് കയറുമ്പോഴേ നല്ല സോങ്സ് ഉണ്ട്. അവരുടെ ഈ ഭജന ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കാണുന്ന സ്പീക്കറിലൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ബോക്സും സ്പീക്കറും ഒക്കെ വെച്ചിട്ട് അതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞത് ഇതുവരെ ഇതിന്റെ വർക്ക് തീർന്നിട്ടില്ല എന്നാണ്. സ്റ്റിൽ കൺസ്ട്രക്ഷൻ ഗോയിങ് ഓൺ ആണ്. ഇത് ഏതോ രാജ്യത്തുനിന്നോ അതോ തായ്ലൻഡിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞ കല്ലുകളാണ് ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഷിപ്പിൽ കല്ല് കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട്. ഒരു ലേഡി സൗദികളുടെ ക്ഷമാ കൊടുത്തോണ്ട് പോകണം. ഇവിടെ ആൾക്കാർക്ക് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇരിക്കാനും റിലാക്സ് ചെയ്യാനും ഒക്കെ ഉള്ള കസേരയൊക്കെയാണ് കേട്ടോ. കസേരയും മേശയൊക്കെ ഇട്ടിട്ടുണ്ട് ആവശ്യം പോലെ. ഇവിടെ കുറച്ച് ഷോപ്പുകളുണ്ട്. കൂൾ ബാർസ്, സ്നാക്ക് ബാർ, പിന്നെ അത് പോയിട്ട് ഇങ്ങനെ 1-2 ക്ലോത്ത് ഷോപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഒരു ചെറിയൊരു സ്നാക്ക് ബാറാണ്. സെൽഫ് സർവീസ് ആണ്. അതാണ് ആൾക്കാർ സാധനം എടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ പല രീതിയിലുള്ള സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ആൾക്കാർ നിന്ന് ഇരുന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് പല രീതിയിൽ. നല്ല വ്യൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് അടുത്തോട്ട് പോയിട്ട് ആ വ്യൂ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുക്കിറ്റ് സിറ്റി മൊത്തം കാണാം. ഫുക്കിറ്റ് സിറ്റി നല്ലതുപോലെ സിറ്റിയും കാണാം. അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള കടലും ആ ചെറിയ ഐലൻഡ്സ് ഒക്കെ കാണാം. ഇവിടെ ഒരു മണി കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇവിടെ ആവശ്യം പോലെ കുരങ്ങന്മാരുണ്ട്. അതിന് ഫീഡ് ചെയ്യരുതെന്നാണ് എഴുതിയിരിക്കുന്നത്.
എന്തായാലും അതിന്റെ ഒറിജിനൽ സൗണ്ട് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. അത് എന്താണെന്ന് അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് അതെന്താണെന്നൊന്നും മനസ്സിലായില്ല, അവിടെ ഒന്നും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ അത് നോക്കിയിട്ട് നിങ്ങൾക്കും പറഞ്ഞു തരായിരുന്നു, എനിക്കും മനസ്സിലാവുമായിരുന്നു. അതിലിങ്ങനെ ആൾക്കാർ താളം പിടിക്കുന്നുണ്ട്, പക്ഷെ അതിൽ നിന്ന് ഈ അത്രയ്ക്ക് സുഖകരമായ സൗണ്ട് അല്ല വരുന്നത്. അത് പ്ലേ ചെയ്യാൻ അറിയാന്നുള്ളവരുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ഒറിജിനൽ സൗണ്ട് കിട്ടുമായിരിക്കും. അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ നിങ്ങളിപ്പോ കാണുന്നത് ഫുക്കിറ്റ് സിറ്റിയാണ് കേട്ടോ. ഫുക്കിറ്റ്, പത്തോങ് ബീച്ച്, അങ്ങനെയാണ് ഈ കാണുന്നത് താഴത്ത്. പിന്നെ കുറെ ഐലൻഡ്സ് ഇങ്ങനെ കാണുന്നില്ലേ. ഈ ഐലൻഡിലൊക്കെ നാളെ ഞാൻ പോകുന്നുണ്ട് കേട്ടോ. നാളത്തേക്ക് ഞാൻ ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് ഹോട്ടലിൽ ബസ് വരും, അതായത് മിനി ബസ് വരും. അതിൽ കയറി നമ്മൾ ഈ ബോട്ടിങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. അവിടുന്ന് അറൗണ്ട് 45 മിനിറ്റ്സ് യാത്ര ചെയ്താൽ മാത്രം ബോട്ട് പോകുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. 9-9:30 മണിക്കാണ് അവിടുന്ന് ബോട്ട് പുറപ്പെടുന്നത്. 35 പേരടങ്ങിയ ബോട്ടാണ്. ആ ബോട്ടില് ഭക്ഷണവും വെള്ളവും ഒക്കെ തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നാളെ പോയിട്ട് അവിടുത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. 7 ഐലൻഡിൽ മറ്റോ പോകുന്നുണ്ട്, ഒരാളിന് 1300 ബാത്ത്. എന്തായാലും കാണാം, അടിപൊളി സീനാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ എന്തായാലും ഇവിടുത്തെ ഈ വ്യൂ നമുക്ക് എന്തായാലും കാണാം കേട്ടോ. ഈ മേളിൽ കെട്ടിയിരിക്കുന്ന വ്യൂ പോയിന്റ്സ് ആണ്. അതിന് മേളിൽ കയറി നിന്നാൽ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് വ്യൂ കാണിക്കാൻ പറ്റും. ഞാൻ എന്തായാലും അതിന്റെ മേളിൽ കയറി, എല്ലാം അടിപൊളിയായിട്ടുണ്ട് അല്ലെ, സൂപ്പർ അല്ലേ. എന്തായാലും എത്ര ദൂരെയാണ് കടലൊക്കെ കാണുന്നത് നോക്കിയാൽ. മൊത്തം പച്ചപ്പാണ് കേട്ടോ, കാടാണ്, ശരിക്കും കാടാണ്. കാടും അതിന്റെ ഇടയിൽ കുറെ റോഡ്സും ചെറിയ ചെറിയ സിറ്റികളും, ഇങ്ങനെ നമ്മളെ നാട് പോലെ തന്നെയാണ്. ഇങ്ങനെ വനം, പിന്നെ ആൾക്കാർ താമസിക്കുന്ന അങ്ങനെ ഉള്ളൊരു സെറ്റപ്പ് തന്നെയാണ്. ഓൾമോസ്റ്റ് നമ്മുടെ നാട് പോലെ തന്നെയാണ്. അവിടുത്തെ അതേ കാലാവസ്ഥ, പിന്നെ അവിടുത്തെ അതേ മണ്ണ്, പിന്നെ മരങ്ങള്, ചെടികള്, ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട്. ആൾക്കാരും കൾച്ചറും മാത്രമേ മാറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ തിന്നാത്ത സാധനങ്ങളെല്ലാം ഇവര് തിന്നുമല്ലോ. ഇതാണ് ബിഗ് ബുദ്ധ. ഇതിന്റെ പണി തീർന്നിട്ടില്ല കേട്ടോ. ഇത് ഇപ്പം ജസ്റ്റ് ഇങ്ങനെ സിമെന്റ് വർക്കുകൾ ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് ഈ വർക്ക്. ഇതൊന്നും പെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഇപ്പോഴും വൈറ്റ് വാഷിലാണ്. സിമെന്റിന്റെ ആ കളർ തന്നെയാണ് ഉള്ളത്. ഇനിയും കുറെ സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോയാൽ മാത്രമേ ആ ബുദ്ധയുടെ അടുത്ത് എത്തുള്ളൂ. എന്തായാലും ഞാൻ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അതിനു മുമ്പായിട്ട് അതിന്റെ അവിടെ നിന്നുള്ള ഒരു വ്യൂവും കൂടി കാണിക്കാം. എന്തായാലും അടിപൊളിയല്ലേ വ്യൂ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത് കേട്ടോ. ആൾക്കാർ അവിടെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ജനങ്ങൾ എല്ലാവരും ഇവിടെ നിന്നിട്ട് തിരിഞ്ഞു നിന്ന് സെൽഫി എടുക്കുകയാണ്, ബാക്ക്ഗ്രൗണ്ടിൽ ബുദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്. അടിപൊളിയല്ലേ വ്യൂ. നോക്കി എത്ര താഴ്ചയെന്നാണ് ഞാൻ ഈ മേളിലേക്ക് എത്തിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പൊ. ഇതാണ് ബുദ്ധയുടെ ഫുൾ വ്യൂ കേട്ടോ. അതിനകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ, അതിനകത്തെല്ലാം അടച്ചിരിക്കുകയാണ്. അത്ര ആൾക്കാരൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇത്രയും കുന്നുംപുറത്തായതുകൊണ്ട് കയറി വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ജനങ്ങൾ വരാത്തതെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടില്ലേ, ഇത് സിമെന്റ് വർക്ക് ഇപ്പോഴും നടക്കണേ ഉള്ളൂ, കളറൊന്നും ചെയ്തിട്ടില്ല. കളറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, ദൂരെ തന്നെ കാണാൻ പറ്റും. ഉച്ച സമയമാണ്, എന്നിട്ട് പോലും നല്ല മഴക്കാറുണ്ട്, ചെറിയ മഴ പെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ള് മഴയായിരിക്കും. പക്ഷെ മഴയങ്ങ് മാറി, ജസ്റ്റ് പൊടിഞ്ഞതേ ഉള്ളൂ മഴ കേട്ടോ. ഇതിന്റെ ഔട്ട് സൈഡിൽ കുറെ സംഭവങ്ങളുണ്ട്, അതൊക്കെ കാണിക്കാം. കുറെ സ്റ്റാച്യൂസ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു ചെമ്പ് തകട്ടിൽ ആൾക്കാർ പേരും അഡ്രസ്സും എഴുതി ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ അമ്പലങ്ങളിൽ ഇങ്ങനെ തൂക്കിയിരിക്കണ കാണാം. ഈ കുട്ടികളുണ്ടാവാത്തവരിങ്ങനെ തൊട്ടിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന പോലെ. ഇതെന്താണ് സംഭവം എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ബുദ്ധന്റെ കുറെ സ്റ്റൈലിലുള്ള കുറെ സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഡൊണേഷൻ ബോക്സ് ഉണ്ട് കേട്ടോ. ആൾക്കാർ ഡൊണേഷനും ഇടുന്നുണ്ട്. യൂറോപ്യൻസ് ഇങ്ങനെ വന്ന് ഇവിടെ ഡൊണേഷനും ഇടുന്നുണ്ട്. ഞാനും ഇട്ടു കേട്ടോ. ആൾക്കാർ നടന്ന് തളർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. പല രീതിയിലുള്ള സ്റ്റാച്ചു ആണ് കാണുന്നത്. ഇതൊക്കെ നല്ല പെയിന്റ് ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ മണിയിൽ ഇങ്ങനെ എഴുതി തൂക്കിയിട്ടുണ്ട്, നോക്കിയേ.
കണ്ടില്ലേ സ്റ്റാച്യൂസ്, പല പൊസിഷനിലുള്ള സ്റ്റാച്യു ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർ ഡൊണേഷൻ എടുക്കുന്നുണ്ട് അതിനകത്ത്. കുറെ സ്റ്റാച്യൂസ് ഉണ്ട്, എല്ലാം ഗോൾഡൻ കളറിൽ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഒന്നും എഴുതി വെച്ചിട്ടില്ല. എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വിശദീകരിക്കാൻ പറ്റുമായിരുന്നു. ഇതൊന്നും എഴുതി വെച്ചിട്ടില്ല. ഇത് എന്ത് രൂപമാണ്, ഇത് ബുദ്ധന്റെ ഏത് രൂപമാണ്, ഇങ്ങോട്ടുള്ളതൊന്നും ബുദ്ധനല്ല എന്ന് തോന്നുന്നു എനിക്ക്. ഇവിടെയും കുറച്ച് സ്റ്റാച്യൂസ് ഇങ്ങനെ പണി തീർന്നിട്ടില്ല, അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊരു വർക്ക്ഷോപ്പ് പോലെ ഒരു ഷെഡാണ്. ആ ഷെഡിനകത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ ആൾക്കാർ കയറിയതുകൊണ്ട് ഞാൻ അതിന്റെ വീഡിയോ എടുത്തതാണ്. ഇനിയിപ്പോ എന്തായാലും ഇവിടെ നിന്ന് താഴെ ഇറങ്ങാം. ഞങ്ങള് താഴെ ഇറങ്ങി. താഴെ ഒരു സന്യാസി ഇങ്ങനെ ആൾക്കാരെ അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ക്യൂ ഉണ്ട്, കുറച്ച് പേര്, ഒരു 10-20 പേരുടെ ക്യൂ ഉണ്ട്. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.